സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് സുറിയാനിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ തുടർച്ച എന്നോണം അക്ഷരങ്ങള്, വൊവൽസ് ഒക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ പുതിയതായിട്ട് പരിചയപ്പെടാം. ഞാൻ വാക്കുകൾ ബോർഡിൽ എഴുതിയിടാം, അതിനനുസരിച്ച് വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ എങ്ങനെയാണ് വൊവൽസ് കൊടുക്കുമ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഒന്നാമത്തെ വാക്ക് ഇത് വായിക്കുന്നത് അറ് ആ എന്നാണ്. അറ് ആ. ഇതിന്റെ അർത്ഥം എർത്ത് എന്നാണ്. എർത്ത് അറുക. ആലപ്പിന് ആ വവൽ ഇടുന്നു, അപ്പോൾ അതിന്റെ ഉച്ചാരണം ആയാകുന്നു. റേഷന് വവലില്ലാത്തതുകൊണ്ട് റ് വരുന്നു, അറ്. അടുത്ത അക്ഷരം എ ആണ്. എയുടെ ഉച്ചാരണം ആ എന്ന് തന്നെയാണ്. അതിന്റെ വവല് ആ എന്നുള്ളതാണ്. അവസാനം നമ്മൾ ആലപ്പ എന്ന് പറയുന്നത്. ഈ ആലപ്പ ഇടുന്നതിന്റെ പ്രത്യേകത, ഏതൊരു വാക്ക് അവസാനിക്കുമ്പോഴും ആ അല്ലെങ്കിൽ എ എന്നീ വവലുകൾ കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിൽ അവസാനം ഒരു ആലപ്പ ഇട്ടാണ് അത് പൂർത്തിയാക്കുന്നത്. പൊതുവെ നമ്മുടെ നാമങ്ങളെല്ലാം ഇപ്രകാരം ആയേലോ ഏയേലോ ആയിരിക്കും അവസാനിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അവസാനം എപ്പോഴും ഒരു ആലപ്പ ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഉച്ചാരണം, എഴുത്തും ഉച്ചാരണവും പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഉച്ചരിക്കുന്നത് അറുക എന്നാണ്. അറുക. അർത്ഥം എർത്ത്. അടുത്ത അക്ഷരം ആദ്യത്തെ അക്ഷരം ഷിന്നാണ്. ഷിന്നിന് വവലില്ല, അതുകൊണ്ട് ഷ് എന്ന് വരും. രണ്ടാമത്തെ അക്ഷരം ലാമത്. ലാമതിന് ആ വവല് വരുന്നു, അപ്പോൾ ലാ എന്നാകുന്നു. മൂന്നാമത്തെ അക്ഷരം മിമ്മാണ്. മിന്നിന് ആ വവല് വരുന്നു. അവസാനം ആലപ്പ്. വായിക്കുന്നത് ശ്ലാമ. ലാമ എന്ന് പറയുന്നത് ശ്ലാമ. അർത്ഥം പീസ്. പീസ്. ശ്ലാമ. അടുത്ത വാക്ക് ഷിന്നിന് വവലില്ല, ഷ്. രണ്ടാമത്തെ അക്ഷരം മ ആണ്. മിമ്മിന് ആ വവലുണ്ട്, അവസാന ആലപ്പ്. അതുകൊണ്ട് ശ്മ എന്ന് വായിക്കും. ശ്മ. അർത്ഥം നെയിം. നെയിം. ശ്മ. ശ്മ. അടുത്ത വാക്ക് ലാമതിന് ആ വവലിട്ടു, ചേത്തിട്ടു, മിമ്മിട്ടു. മിമ്മിന് ആ വവല് വരുന്നു, അവസാനം ആലപ്പ് വയ്ക്കും. ലഹ്മ. 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 മീനിങ് ബ്രെഡ് എന്നാണ്. ബ്രെഡ്. ലഹ്മ. ബ്രെഡ്. ലഹ്മ. അടുത്ത വാക്ക് ഗാമല്. ഗാമലിന് ആ വവല് വരുന്നു, അതേ കൂട്ടിമുട്ടി സൈൻ ഇടുന്നു. സൈനിന് ആ വവല് വരുന്നു, അവസാനം ആലപ്പ് വരുന്നു. ഗസ്സ. 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 അർത്ഥം ട്രഷർ എന്നാണ്. ട്രഷർ.
നമ്മുടെ കുർബാനയിലൊക്കെ അപ്പവും വീഞ്ഞും ഒരുക്കുന്ന സ്ഥലത്തിന് ബേസ് ഗസ എന്നാണ് പറയുന്നത്. ബേസ് ഗസ. അവിടെ ഗസ എന്ന് വെച്ചാല് ട്രഷർ എന്നാണ് അർത്ഥം. ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം. അപ്പോൾ ഹൗസ് ഓഫ് ട്രഷർ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വായിക്കുന്നത് ഗസ. അടുത്തത് എ എന്നെഴുതുന്നു, ഉച്ചരിക്കുന്നത് ആ, അതിന് ആ വവലിടുന്നു. അതേ കൂട്ടി യോദിടുന്നു, യോദിന് വവലില്ല. ഐ എന്ന് വരുന്നു, അതേ കൂട്ടി നുന്ന് വരുന്നു, നുന്നിന് ആ വവല് വരുന്നു. എന്തെങ്കിൽ ആലപ്പ്. ഐന, ഐന. എക്ക് എയുടെ എ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ എന്ന് പറയുന്ന ഉച്ചാരണം ഐ ന, ഐന. ഇതിന്റെ അർത്ഥം ഐ എന്നാണ്, കണ്ണ്. ഐ, ഐ, ഐന, ഐന. അടുത്ത അക്ഷരം ഹേത്ത്. ഹേത്തിന് ആ വവലിടുന്നു, ആ വവലിടുന്നു. അതേ കൂട്ടി യോത്, യോദിന് വവലില്ല. അതേ കൂട്ടി ലാമത്, ലാമതിന് ആ വവല് വരുന്നു. അവസാനം ആലപ്പ്. ഹൈല, ഹൈല, ഹൈല. പവർ എന്നാണ് അർത്ഥം. പവർ, പവർ. ഹൈല, ഹൈല, ഹൈല. അടുത്ത വാക്ക് മിമ്മ, മിമ്മിന് വവലില്ല. അതേ കൂട്ടി ഷിന്ന് വരുന്നു, ഷിന്നിന് ആ വവലിടുന്നു. വീണ്ടും മിമ്മിടുന്നു, മിമ്മിന് വവലില്ല. വീണ്ടും ഷിന്നിടുന്നു, ഷിന്നിന് ആ വവല് വരുന്നു. അതേ കൂട്ടി നുന്നിടുന്നു, നുന്നിന് ആ വവല് വരുന്നു. ഒടുവില് ആലപ്പ്. മ ശംശാന, മ ശംശാന. കുർബാനയിലെ നമ്മുടെ ഡീക്കന്മാരെയാണ് ഇപ്രകാരം വിളിക്കുന്നത്. കുർബാനയിലല്ല, നമ്മുടെ പൊതുവെ ഡീക്കന്മാരെ വിളിക്കുന്ന പേരാണ് മ ശംശാന, മ ശംശാന. മ ശംശാന, മ ശംശാന. അടുത്ത വാക്ക് ആദ്യത്തെ അക്ഷരം പേ ആണ്. പേയ്ക്ക് ആ വവലിടുന്നു, പായാകുന്നു. രണ്ടാമത്തേത് ഗാമല്, ഗ, അതിന് വവലില്ല. അടുത്ത അക്ഷരം റേഷാണ്. റേഷിന് ആ വവലിടുന്നു. ഒടുവിൽ ആലപ്പ്. അപ്പൊ ഇത് വായിക്കുന്നത് പകിറ, പകിറ, പകിറ. ഇതിന്റെ അർത്ഥം ബോഡി എന്നാണ്, ബോഡി. പകിറ, പകിറ, ബോഡി. അടുത്ത വാക്ക് ദാലസ്. മിമ്മ, മിമ്മിന് ആ വവലിടുന്നു, ദാലസിന് വവലില്ല. ആലപ്പിടുന്നു. വായിക്കുന്നത് ദുമാ, ദുമാ. അർത്ഥം ബ്ലഡ് എന്നാണ്, ബ്ലഡ്. ദുമാ, ദുമാ, ബ്ലഡ്. അടുത്ത വാക്ക്
ഗാമല്, ഗാമലിന് എ വവൽ ഇടുന്നു. അതേ കൂട്ടി നുന്നെഴുതുന്നു. നുന്നിനെ കൂട്ടി സെമക്കസ് എഴുതുന്നു. നുന്നിന് വവലില്ല, സെമക്കസിന് ആ വവൽ വരുന്നു. അവസാനം ആലപ്പെടുന്നു. ഗൻസ, ഗൻസ, ഗെ ന് സാ, ഗൻസ. ഇതിന്റെ അർത്ഥം ഫാമിലി എന്നൊക്കെയാണ്. ഫാമിലി ഉണ്ട്, റേസ്, റേസ് എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അങ്ങനെ രണ്ടർത്ഥം. ഫാമിലി, റേസ്, ഗൻസ. അടുത്തത് ബേസ്, ബേസിന് എ വവൽ ഇടുന്നു. അതിനുശേഷം സമക്കസ് വന്നു. സമക്കസ് കൂട്ടി മിമ്മ വരുന്നു. മിമ്മിന് ആ വവലിടുന്നു. അവസാനം ആലം. ബേസിന് എ വവൽ വരുമ്പോൾ ബേ ആകുന്നു. സമക്കസിന് വവലില്ല, സ വരുന്നു. മിമ്മിന് ആ വവല്. അപ്പോൾ ബസ്മ, ബസ്മ, ബസ്മ. അർത്ഥം പെർഫ്യൂം എന്നൊക്കെയാണ്. പെർഫ്യൂം, ഇൻസെൻസ് എന്ന അർത്ഥമുണ്ട്. ഇൻസെൻസ്, പെർഫ്യൂം അല്ലെങ്കിൽ ഇൻസെൻസ്. ബസ്മ. അടുത്തത് ഹേത്ത്. ഹേത്തിന് എ വവല് വരുന്നു. ലാമത് വിൽക്കുന്നു. ലാമതിന് വവലില്ല. മിം എഴുതുന്നു. മിമ്മിന് ആ വവല് എഴുതുന്നു. അപ്പോൾ ഹെൽമ, ഹെൽമ, ഹെൽമ. അർത്ഥം ഡ്രീം എന്നാണ്. ഡ്രീം, ഡ്രീം, ഹെൽമ. അടുത്ത വാക്ക് എ ആണ്. എക്ക് എ വവലിടുന്നു. അതേ തുടർന്ന് ദാലസ് വയ്ക്കുന്നു. ദാലസ് എഴുതുന്നു. അതേ തുടർന്ന് താവ് വരുന്നു. താവ്, താവിന് ആ വവലിടുന്നു. ദാലസ് കൂട്ടി മുട്ടിച്ച് എഴുതിയല്ല, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. അവസാനം ആലപ്പ്. ഏത്, ഏത്. നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഏത്ത എന്ന് വായിക്കാം. ഏത്ത. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ചർച്ച്, സഭയെ, പള്ളി, അതിനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് ഈ വാക്കാണ് ഏത്ത, ഏത്ത. അടുത്ത വാക്ക് വീണ്ടും എ തന്നെ. എ തന്നെ. എക്ക് എ വവല് വെക്കുന്നു. ആ ഒരു ആലപ്പെടുന്നു. അപ്പം എ എന്ന് തന്നെ വായിക്കുന്നു. അടുത്തത് ദാലസ് ഇടുന്നു. ദാലസിന് ആ വവല് വരുന്നു. ഒടുവില് ഒരു ആലപ്പിടൽ. ഇവിടെ നമുക്കൊരു ചെറിയൊരു സംശയം എപ്പോഴും തോന്നാൻ സാധ്യതയുള്ളത് ഇത് റേഷ് ആണോ ദാലസ് ആണോ എന്നുള്ളതാണ്. ഈ ദാലസ് എഴുതിയിട്ട് ദാലസിന്റെ മുകളിൽ കുത്തിയിടുന്നത് കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകാം. റേഷ് ആണോ അതോ റേഷ്യന് ആ വവലിട്ടിരിക്കുന്നതാണോ അതോ ദാലസിന് ആ വവലിട്ടിരിക്കുന്നതാണോ സംശയം തോന്നും. നമുക്കിപ്പോ എഴുതുമ്പോൾ ഒരു കൃത്യമായിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടൈപ്പ് ചെയ്തൊക്കെ കാണിക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ റേഷിന്റെയും ദാലസിന്റെയും കുത്തുകളെ ഒരു ചതുരക്കട്ട പോലെയാണ് ഇരിക്കുന്നത്. കുത്തിനേക്കാൾ ഒരു ചതുരക്കട്ട പോലെയാണ്. വവ്വലുകളുടെ കുത്തുകൾ എപ്പോഴും ഒരു ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇങ്ങനെ എഴുതുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏതാ, ഏതാ, ഫീസ്റ്റ് എന്നാണ്. ഫീസ്റ്റ്.
ഫീസ്റ്റ്. തിരുനാളുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഏത. ഏത. അടുത്ത വാക്ക് ആലപ്പ്. ആലപ്പിന് ഏ വവൽ ഇടുന്നു. ദാലസ് എഴുതുന്നു. നുന്നെഴുതി നുന്നിന് ആ വവൽ ഇടുന്നു. അവസാനം ആലപ്പ് കൂട്ടിമുട്ടിക്കുന്നു. യതിന. 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 ഇയറാണ്. ഇയർ, ചെവി. ചെവിക്ക് പറയുന്ന പേരാണ് യതിന. ഇയർ. യതിന. അടുത്ത വാക്ക് റേഷ് എഴുതുന്നു. റേഷിന് ഏ വവലിടുന്നു. ഇവിടെയും നമ്മൾ മുമ്പേരം പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ആ കുത്തിന്റെ ഓവൽ ഷേപ്പിലും സ്ക്വയർ ടൈപ്പിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് റേഷിന് ഏ വവലിട്ടിരിക്കുന്നു. അടുത്ത അക്ഷരം ഗാമല് വരുന്നു. ഗാമലെ കൂട്ടി, ഗാമലിന് വവലില്ല, ഗാമലെ കൂട്ടി ലാമത് എഴുതുന്നു. ലാമതിന് ആ വവൽ വരുന്നു. ഒടുവില് ആലപ്പ്. അപ്പോൾ റഗുല. റഗുല. ഫൂട്ട്. ഫൂട്ട് അല്ലെങ്കിൽ ലെഗ്. ഫൂട്ട് അല്ലെങ്കിൽ ലെഗ്. റഗുല. റഗുല. അടുത്ത വാക്ക് സാധ എഴുതുന്നു. സാധയ്ക്ക് ഏ വവൽ വരുന്നു. സാധയ്ക്ക് കൂട്ടിമുട്ടിയല്ലാത്ത വാക്കാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് അടുത്ത വാക്ക് കൂട്ടിമുട്ടാതെ എഴുതും. മിമ്മിന് വവലില്ല. അതേ തുടർന്ന് ഹേത്ത്. ഹേത്തിന് ആ വവൽ വരുന്നു. ഒടുവില് ആലപ്പ്. സെംഹ. സെംഹ എന്ന് പറയും. സെംഹ. സെംഹ. മീനിങ് സ്പ്ലെൻഡർ എന്നാണ്. സ്പ്ലെൻഡർ. സ്പ്ലെൻഡർ. സെംഹ. സ്പ്ലെൻഡർ. അടുത്ത വാക്ക് റേഷൻ. റേഷിന് ഏ വവലിടുന്നു. ഷിന്ന് വരുന്നു. ഷിന്നിന് ആ വവൽ വരുന്നു. അതേ തുടർന്ന് ആലപ്പ്. റേഷ. 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 ഹെഡ് എന്നാണ്. ഹെഡ്, തല. തലയ്ക്ക് പറയുന്ന പേരാണ് ഹെഡ്. റേഷ. റേഷ. അടുത്ത വാക്ക് താവിന് ഏ വവലിടുന്നു. ഷിന്നിടുന്നു. ഷിന്നിന് വവലില്ല. മിമ്മിടുന്നു. മിമ്മിന് ഏ വവല് വെക്കുന്നു. അതേ തുടർന്ന് വീണ്ടും ഷിന്ന് വെക്കുന്നു. ഷിന്നിന് വവലില്ല. അവസാനം താവിടുന്നു. താവിന് ആ വവല് വരുന്നു. ആലപ്പ് കൊണ്ട് അവസാനിക്കും. തെഷ് മെഷ്ത. തെഷ് മെഷ്ത. തെഷ് മെഷ്ത. തെഷ് മെഷ്ത. തെഷ് മെഷ്ത. സർവീസ് എന്നാണ്. സർവീസ്. 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 ഒരു വാക്കുകൊണ്ട് കണ്ട നമുക്ക് അവസാനിപ്പിക്കാം. ഷിന്നിടുന്നു. ഷിന്നിന് ഏ വവല് വരുന്നു. മിമ്മിടുന്നു. മിമ്മിന് വവലില്ല. വീണ്ടും ഷിന്നിടുന്നു. ഷിന്നിന് ആ വവല് വരുന്നു. ആലപ്പ് കൊണ്ട് അവസാനിക്കും. ശംശ. ഷിന്നിന്റെ ഏ വവല്. മിമ്മിന് വവലില്ല. മ. പിന്നെ വീണ്ടും ഷിന്നിന് ആ വവല്. ശംശ. ശംശ. മീനിങ് സൺ, സൂര്യനെ സൂചിപ്പിക്കുന്ന വാക്കാണ് ശംശ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. കുറെ വാക്കുകൾ നമ്മൾ പരിചയപ്പെട്ടു.
ഇപ്പോൾ നമ്മൾ ഓരോ അക്ഷരത്തില് കുത്തുകൾ വെച്ചുള്ള വവലുകൾ മാത്രമാണ് ഇപ്പൊ കണ്ടത്. ഇനി നമുക്ക് രണ്ടാമതൊരു മോഡൽ വവലുള്ളത് ഓയ്, ഊവ്, ഈ അതാണ്. അത് വെച്ചുള്ള പുതിയ വാക്കുകൾ നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.